ഹായ്, ഷാഹുലാണ്. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മാർസിന്റെ മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്പിയർ ഗണ്ണായിട്ടാണ്. സ്പിയർ ഗണ്ണ് എയർ ടൈപ്പാണ്, എയർ ഗണ്ണായിട്ടുള്ള മോഡലാണ് ഇതായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണെന്നുള്ളത്. എയർ അടിക്കുന്ന പറഞ്ഞാൽ ഗണ്ണിന്റെ ഇത് മെയ്ഡ് ഇൻ ഇറ്റലിയാണ് മാർസ് വരുന്നത്. മെയ്ഡ് ഇൻ ഇറ്റലിയാണ് അത് വരുന്നത്. പിന്നെ പേര് എന്ന് പറയുന്നത് മാർസ് മിനിസ്റ്റേൺ എന്നുള്ളൊരു മോഡലാണ്. മാർസിന്റെ മിനിസ്റ്റേൺ ഇതാണ് ഈ ഗണ്ണ് വരുന്നത്. ഇതിൽ എയർ അടിക്കണം. അതായത് സൈസ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളൊരു കൈയിൻ്റെ അത്രയും മുട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ചും കൂടി നീളത്തിലാണ് ഈ ഇത് വരുന്നത്. ട്രിഗർ ലോക്ക് വരുന്നത് ഇതാണ്. ട്രിഗർ അടിയാതിരിക്കാനുള്ള ലോക്ക് ഇതാണ് വരുന്നത്. ഇത് ട്രിഗർ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. ഇതിൽ വരുന്നത് ഇനിയിപ്പോൾ എക്സ്ട്രാ ഒരു ഷാഫ്റ്റ് വെച്ചിട്ടുണ്ട്. ഷാഫ്റ്റ് നമ്മൾ ഇവിടെയാണ് വെക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് ഷാഫ്റ്റ് ഇടുക. ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ കൂടെ വരുന്നത് പമ്പാണ്. നമ്മളിതിൽ എയർ അടിക്കാനുള്ള പമ്പാണിത്. ഇതാണിത് വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ചെയ്ത് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ചെയ്യുന്നതിൻ്റെ മുമ്പ്, അതായത് ഗണ്ണ് ഇങ്ങനെ വരുന്ന ഷാഫ്റ്റ്, പമ്പ്, അതിൻ്റെ കൂടെ ഇതിൻ്റെ റോപ്പ് ഉണ്ട് നമ്മുടെ അടുത്ത്. പിന്നെ ഒരു വാഷർ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. അതായത് ഇതിൻ്റെ അടിയിൽ കംപ്ലൈൻറ്റ് എയർ ലീക്കൊക്കെ വരികയാണെങ്കിൽ അഡീഷണൽ ആയിട്ടൊരു വാഷർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു സാധനം എന്ന് പറയുന്നത് നമ്മൾ ഷാഫ്റ്റ് പ്രസ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. ഈ നോബിൽ വെച്ചിട്ട് പ്രസ് ചെയ്തിടാൻ വേണ്ടിയിട്ട് വരുന്ന എന്തോ ഒരു സാധനമാണ് പ്രസ് ചെയ്തിടാൻ വരുന്നത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. സെറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ റോപ്പ് സെറ്റ് ചെയ്യുന്നത് ഷാഫ്റ്റിൻ്റെ ഈ ഒരു ഭാഗത്താണ്. ഇതാണ് ഇവിടെ ഒരു റബ്ബർ പ്ലാസ്റ്റിക് പോലത്തെ ഒരു സാധനം വരും. ഇവിടെ ഈ ഒരു ഭാഗത്ത് ഇതാ ഈ ഹോളിലൂടെ ഇങ്ങോട്ട് ഇടുക. ഇതിങ്ങനെ ഇടുന്ന് ഈ ഇപ്പുറത്ത് രണ്ട് ഭാഗമുണ്ട്. അപ്പോൾ ഇത് ഇപ്പുറത്തേക്കും ഇങ്ങനെ ഇടുക. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ കെട്ടിയാൽ മതി. കെട്ടുന്നത് എങ്ങനെയാണോ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ കെട്ടി കൊടുക്കുക. ഓക്കെ, കെട്ടുന്നതിന് മുമ്പ് എൻഡിലൊരു ചെറിയൊരു കെട്ടിട്ടാൽ മതി. അപ്പോൾ പെട്ടെന്ന് കയറ് നമുക്ക് ലൂസായിട്ട് പോവില്ല. എങ്ങനെ ചെയ്യാം, നമ്മൾ ഐഡിയക്ക് അനുസരിച്ച് ഇത് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് റോപ്പ് ഇതിൽ കെട്ടുന്നത്. ഓക്കെ, ഇനി എയർ അടിക്കുന്ന ഒരു ഇത് കാണിച്ചു തരാം. കോയിൻ ഉണ്ടോ? ഓക്കെ, നമ്മൾ കോയിൻ എടുത്തിട്ട്, കോയിനോ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും കിടക്കുക. ഈ ഒരു ഭാഗം ത്രെഡ് ടൈപ്പാണ്. ഇത് എയർ അടിക്കുന്നൊരു ഭാഗം കേട്ടോ. ഇത് വെക്കുക. ഈ ഒരു ഭാഗത്തിൻ്റെ ഹോള് കാണുന്നുണ്ട് നിങ്ങൾ. ഇതിൻ്റെ ഉള്ളിലൊരു ത്രെഡ് ഉണ്ട്. ഇതിൻ്റെ ഉള്ളിലൊരു ത്രെഡ് വരുന്നുണ്ട്. നമ്മളെ പമ്പിലും തന്നെ ഇവിടെ ഒരു ത്രെഡായിട്ടാണ് വരുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇങ്ങനെ വരുന്നത്. ഈ പമ്പ് നമ്മൾ ഗണ്ണിൻ്റെ ബാക്കിൽ ഇതാണ് കൊടുക്കുന്നത്. ത്രെഡ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ സെറ്റായിപ്പോൾ. ഇങ്ങനെ സെറ്റായി കഴിഞ്ഞിട്ട് നമ്മളിതാ എയർ അടിക്കുകയാണ്. എയർ അടിക്കുന്നത് ഗണ്ണ് പിടിച്ചിട്ട് തന്നെ. ഇതിലിപ്പോൾ ഏകദേശം എയർ ഫുള്ളാണ്. എയർ ഫുള്ളായ സ്ഥിതിക്ക് അപ്പോൾ ഇങ്ങനെയാണ് ഇത് എയർ അടിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത്. കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഊരിയെടുക്കുക, പമ്പ് ഊരിയെടുക്കുക. ജസ്റ്റ് ഇവിടെ തന്നെ വെച്ച് കൊടുക്കുന്നതല്ല. അണ്ടർ വാട്ടർ ആകുമ്പോൾ നമ്മൾ വെള്ളം ഇതൊക്കെ എല്ലാം അതിൻ്റെ ഉള്ളിൽ കയറാതിരിക്കാനും പ്രശ്നമൊന്നുമില്ല. വെള്ളം കയറില്ല, വാഷർ ടൈപ്പാണ്. പക്ഷെ ഇതിനൊരു സേഫ്റ്റിക്ക് എന്നുള്ളൊരു രീതിയിൽ നമ്മളിവിടെ ഇത് പ്രസ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ചെയ്യുന്നത് ഇവിടെ നോബുണ്ട്, ഇതെടുത്ത് വെക്കുക. ഓക്കെ, ഷാഫ്റ്റ് ഇടുന്ന രീതിയാണ്. ഷാഫ്റ്റ് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെയാണ് ഇതിൻ്റെ ഷാഫ്റ്റ് ഇടുന്നൊരു സെറ്റപ്പ് വരുന്നത്. ഷാഫ്റ്റ് ഇതിലിടുക. ഷാഫ്റ്റ് ഇട്ടിട്ട് ഇതുണ്ട്, ഷാഫ്റ്റ് പ്രസ് ചെയ്യുന്നൊരു സാധനമാണിത്. മാർസിൻ്റെ തന്നെ അതിൻ്റെ കൂടെ വരുന്നത്. ഇതിൻ്റെ ഈ ഷാഫ്റ്റിൻ്റെ എൻഡിൽ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടാകും. കറക്റ്റ് ഷാഫ്റ്റ് വെക്കാനുള്ള ഈ ഗ്യാപ്പിൽ വെച്ചിട്ട് ഗണ്ണ് വെച്ചിട്ട് ഇതാ ലോക്കായി. ഇത് ലോക്കായി. നമ്മൾ ലോക്ക് ആക്കുമ്പോൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം ട്രിഗർ ലോക്ക് ചെയ്യണം. ട്രിഗർ ലോക്ക് ചെയ്യാന്ന് ഇത് അടിയിലേക്ക് വെക്കുക. അതായത് നമ്മൾ അറിയാതെ പ്രസ് ചെയ്ത് കഴിഞ്ഞാലും ഇത് ട്രിഗർ ആവരുത്, ഷാഫ്റ്റ് പോകരുത്. സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ട്രിഗർ ലോക്ക് ചെയ്യാം. ഈ റോപ്പ് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ കെട്ടിയിട്ട് നമ്മൾ ലാസ്റ്റ് ഇതാണ് ഇവിടെയാണ് ഇതിൻ്റെ ഈ ഒരു സാധനം കണ്ടോ. ഇത് നമ്മൾ ഷാഫ്റ്റ് റിമൂവ് ചെയ്യുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് റിലീസാവും.
ഷാഫ്റ്റ് ഇങ്ങനെ ഇടുന്ന് ഇവിടെ റോപ്പ് ഷാഫ്റ്റ് എന്ന് പറഞ്ഞ റോപ്പ് ഇവിടെ ഇടുന്ന് റോപ്പ് അടുത്ത സെക്ഷൻ ഇവിടെ ഇടുന്ന് വീണ്ടും ഇങ്ങോട്ട് എൻഡിലേക്ക് ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് കെട്ടി വെക്കുക. ഇതിലിങ്ങനെ കെട്ടി വെക്കുക. നമുക്ക് ജസ്റ്റ് ഇപ്പോൾ കാണിക്കാൻ വേണ്ടിയിട്ട് കെട്ടുന്നുള്ളൂ. ഇങ്ങനെ കെട്ടി വെക്കുക. ഇനി നമ്മൾ ഡൈവ് ചെയ്തിട്ട് ഗണ്ണ് യൂസാക്കുന്ന രീതിയാണ്. അപ്പോൾ നമുക്കിവിടെ അടിച്ച് കാണിക്കാൻ സ്ഥലപരിമിതി ഉണ്ടായതുകൊണ്ട് ഞാനൊരു കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് ഇത് തന്നെ ഇവിടെ ഇതുമ്മ വെച്ചിട്ട് ഞാൻ അടിക്കുന്നുണ്ട്. എത്രത്തോളം പവർ ഉണ്ടെന്ന് എനിക്കറിയില്ല. എൻ്റെ ഫസ്റ്റ് ടെസ്റ്റാണ്. ഓക്കെ, അപ്പോൾ നമ്മളിത് ട്രിഗർ ആക്കിയിട്ട് അടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം കൂടി ഷാഫ്റ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം കേട്ടോ. റോപ്പെല്ലാം ലൂസായി കിടക്കുന്നുണ്ട്. നമ്മൾ ഷാഫ്റ്റ് ഇതാക്കണ് ഇടുക. ഷാഫ്റ്റ് പ്രസ് ചെയ്യുന്ന സാധനമുണ്ട്. ഓക്കെ, ഇതിൽ വെക്കുന്നത് ഓക്കെ വീണ്ടും ലോക്കായി. ഓക്കെ, സോറി, ഞാൻ വീണ്ടും ഇത് ട്രിഗർ ലോക്ക് ചെയ്യാൻ മറന്നു. അപ്പോൾ ഗണ്ണ് യൂസ് ചെയ്യുന്നവരെ ട്രിഗർ ലോക്കിൻ്റെ സാധനം എപ്പോഴും സേഫ്റ്റി വെക്കണം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് വരുന്നത് നമ്മൾ വീണ്ടും അടിച്ച് കാണിച്ചു തരാം. അപ്പോൾ നമുക്കിവിടെ അടിക്കാനുള്ള ഒരു പരിമിതി കൊണ്ട് നമ്മൾ എന്തായാലും ഇതിലെ കാണിക്കുന്നത് അത്യാവശ്യം നല്ല പവർ ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം, ഇതിൽ ഫസ്റ്റ് എയറിൽ അടിക്കുന്ന കമ്പനീനെ വിളിച്ച് നമ്മൾ ചോദിച്ചപ്പോൾ മാർസിന്റെ ഇവിടുത്തെ ഡീലർമാരുണ്ട്, അവർ വിളിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞത് നമ്മളോട് 200 പ്രാവശ്യം ഒറ്റ പമ്പിൽ അടിക്കാനാണ്. പക്ഷെ 200 കിട്ടുന്ന ഈ ഒരു സൈസിൽ എനിക്ക് തോന്നുന്നില്ല. ഒരു 100 പ്രാവശ്യം മിനിമം, അതായത് ഒറ്റ എയർ ഫുള്ളിങ്ങിൽ നിങ്ങൾക്ക് മിനിമം ഒരു 100 പ്രാവശ്യം ഇത് ചെയ്യാം. ഈ 100 പ്രാവശ്യം അടിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് എയർ ഫില്ല് ചെയ്താൽ മതി നിങ്ങൾ. അത് നമ്മൾ ഡൈവ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് 100 പ്രാവശ്യം ക്ലിയർ ആയിട്ട് അടിച്ചിട്ട് വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നിട്ട് നമുക്ക് എയർ അടിച്ചാൽ മതി. അപ്പോൾ ഇതാക്കണ് ഞാൻ വീണ്ടും ഇതുപോലെ തന്നെ ഈ ഷാഫ്റ്റ് പ്രസ് ചെയ്യുന്ന ഈ സാധനം വെച്ചിട്ട് തന്നെ ഞാൻ കാണിച്ചു തരാം ഒന്നുകൂടി. നമ്മൾ ടെസ്റ്റാണ്, സേഫ്റ്റിയാണ്. ഇതാകണം സേഫ്റ്റി ലോക്ക് വെക്കുക. ഞാൻ അത്യാവശ്യം നല്ല ടൈറ്റിൽ വലിച്ചു പിടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഓക്കെ അല്ലേ? അടിപൊളി, നല്ല പവർ ഉണ്ട് ഇതിന്. സംഭവം സൈസ് ചെറുതാണെങ്കിലും അത്യാവശ്യം നല്ല പോക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണാം. അപ്പോഴേക്കും ബൈ.